വാക്യങ്ങൾ അതിനകത്തുണ്ട്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് എന്ന വാക്തത്വ വേദപുസ്തകത്തിന്റെ മധ്യവേടായി ഇവിടെ നിൽക്കുമ്പോൾ ആ സങ്കീർത്തനത്തിൽ നിന്ന് 1-2 വാക്യങ്ങളെ എടുത്ത് ചില വിഷയങ്ങളെ സംസാരിക്കാൻ ഇന്ന് പകൽ വേഗത്തിൽ കർത്താവിനെ താല്പര്യപ്പെടുകയാണ്. 118 സങ്കീർത്തനം അതിന്റെ 20, 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വാക്യം എഴുതപ്പെട്ടു. പരിചിതമുള്ള വാക്യമാണെങ്കിലും ഇങ്ങനെ വാക്യം എഴുതപ്പെട്ടു. വാക്യം ഇങ്ങനെ എഴുതി, യഹോവയുടെ വാതിൽ ഇതുതന്നെ, നീതിമാന്മാർ അതിൽ കൂടെ കടക്കും. നീ എനിക്ക് ഉത്തരമരളി, എന്നെ രക്ഷയായി തീർന്നിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കും. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കുക. യഹോവയെ ഞങ്ങളെ രക്ഷിക്കണം. ദൈവത്തിന്റെ വചനം പറഞ്ഞു യഹോവയുടെ വാതിൽ ഇത് തന്നെ. നമുക്കറിയാം ഭൂമിയിൽ സ്വർഗത്തിലേക്ക് പോകാൻ ഏക വാതിൽ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ പൂർണ്ണമായി സ്നാനപ്പെട്ട് വ്യവസ്ഥ പ്രകാരം ആരാധിക്കുന്ന ഒരു ദൈവവേദന പിതാവിന്റെ സന്നിധി പോകാൻ ഒരൊറ്റ വാതിൽ ദൈവം നിയമിച്ചിരിക്കുമ്പോൾ ആ വാതിലിന്റെ താക്കോൽ കൈവശമുള്ള ഒരു സ്വത്രം പറഞ്ഞാണ്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധി പോകാൻ പറ്റുന്നില്ല. ഞാൻ ആടുകളുടെ നല്ല വാതിലാണ്. യോഹന്നാൻ 10-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം 1, 2, 3 സത്യങ്ങൾ അവിടെ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇരകെട്ട് കടന്നു പോകുന്നില്ല. ഇന്ന് മുതൽ ഒറ്റ വാക്കിൽ ഞാൻ ഇത് പറഞ്ഞു നിർത്താം. യഹോവയുടെ വാതിൽ ഇത് തന്നെ എന്ന് പറയുമ്പോൾ മറ്റാരുമല്ല, യേശു ക്രിസ്തുവാകുന്ന വാതിൽ. ആർക്കേ അവിടെ കിടക്കാൻ പറ്റത്തുള്ളൂ? നീതിമാന്മാർക്ക്. ആ ഭാഗ്യം ലഭിച്ചൊരു സ്വന്തം അടുത്ത സ്വന്തം പൈസല്ലോ നീതിപ്രവൃത്തി വല്ലതും ഉണ്ടോ ചോദിച്ചു. പൂർത്തീകരിക്കണം. നിങ്ങളെ ദൈവം വിടും ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞില്ല. ദൈവങ്ങളെ രണ്ടാമത് അതിനോട് ചേർന്ന് 2-ാമത്തെ വാക്യം 21-ാമത്തെ വാക്യം, നീ എനിക്ക് ഉത്തരമരുളി രക്ഷയായി തീർന്നിരിക്കാൻ ഞാൻ നിനക്ക് എന്തോ ചെയ്യും. ദൈവത്തെ മാത്രത്തിന്റെ സ്വന്തം, പഴയത്തിന്റെ സ്വന്തം. നീ എനിക്ക് ഉത്തരമരുളി രക്ഷയായി തീർന്നത് കൊണ്ട് ഞാൻ സ്തോത്രം പറയും. സ്തോത്രം പറഞ്ഞു. ദൈവം വിഷയങ്ങൾക്ക് ഉത്തരമരളിയോ ചോദിച്ചേ? എത്ര വിഷയങ്ങൾക്ക് ഉത്തരമരളി, എത്ര പ്രാവശ്യം ഉത്തരമരളി, എത്ര തവണ വിടിവിച്ചു, എത്ര തവണ ദൈവം അനുഗ്രഹിച്ചു, എത്ര തവണ ദൈവം നമ്മെ മാനിച്ചു, എത്ര തവണ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചോദ്യങ്ങൾ വരാത്ത സ്ഥാനത്ത് ഉത്തരങ്ങൾ നൽകി പരിപാലിച്ചു. എത്രയൊക്കെ ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാവുന്നുണ്ട്? മനസ്സിലാവുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ. നീ എനിക്ക് ഉത്തരമരുളി രക്ഷയായി തീർന്നിരിക്കാൻ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പറഞ്ഞു, ഇരിപ്പ് കണ്ടിട്ട് ഒരു ഉത്തരം പോലും കിട്ടിയില്ലെന്ന്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഉള്ളതൂടെ നഷ്ടപ്പെട്ടതുപോലെ അതല്ലോ. സ്വപ്നം പറയുന്നില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അബദ്ധത്തിൽ ചാടിയ പോലെ അതല്ല ഇരിക്കുന്നത്. അബദ്ധത്തിൽ ചാടിയിട്ടില്ല, മറുപടി ദൈവം തന്നിട്ടുണ്ട്. അനുഗ്രഹത്തോട് ഇന്നും നടത്തുന്നു. എന്റെ വിഷയങ്ങളുടെ നടുവിൽ ഭാരിച്ച പ്രശ്നങ്ങൾ, ചോദ്യങ്ങൾ വരുമ്പോൾ യഹോവ ഇരേ എന്ന് പറഞ്ഞ് ജീവിക്കുവാൻ ദൈവത്തിന്റെ ഉദ്ധാരണത്തിനായി എന്നിട്ട് 3-ാമത് 22-ാമത്തെ വാക്യം, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. ഇവിടെ സത്യം യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മളെ കുറിച്ചുള്ള വാക്ക്. വീട് പറഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും എന്റെ
വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. നിന്നെ വേണ്ട എന്ന് പറഞ്ഞവിടെ നടുവിൽ നിന്നോട് ആലോചന ചോദിക്കുന്ന സമയത്ത് നിന്നെ മാറ്റി നിർത്തുന്ന മധ്യത്തിൽ സ്തോത്രം നിന്നെ വിളിച്ച കാര്യം ചിന്തിക്കുന്ന ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു. ഞാൻ ചില കുടുംബങ്ങളെ കുറിച്ചുള്ള ദൂതാ പറയുന്നത്. ഇന്ന് വരെ നിന്നെ മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തിയ സ്ഥാനത്ത് നിന്നോട് ആലോചന ചോദിച്ചിട്ട് മുമ്പോട്ട് പോകുന്ന ചില ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഇന്ന് പറയൽക്കാരൻ നീ കൈ നഷ്ടപ്പെട്ടിട്ടില്ല, നീ അടിച്ചമർത്തപ്പെട്ടിട്ടില്ല, നീ ഒറ്റപ്പെട്ടിട്ടില്ല. നീ മാന്യമുള്ളിലേക്ക് വരാൻ പോകുക, നീ മാന്യമുള്ളിലേക്ക് വരാൻ പോവുക. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ സ്തോത്രം നിന്നെ കാണുമ്പോൾ ചിരിച്ചു. അബദ്ധത്തിൽ ചാടി എന്ന് ചിരിച്ചു, അബദ്ധത്തിൽ ചാടി എന്ന് പറഞ്ഞ് കളിയാക്കി കുറ്റപ്പെടുത്തി അടുത്ത മിനിറ്റ് നിന്റെ അടുത്ത് വന്നിട്ട് അവരിങ്ങനെ പറയും സ്തോത്രം പ്രൈസ്. എന്റെ സഹോദരൻ, എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, സഹോദരൻ എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഒന്ന് ആലോചന ചോദിക്കണേ എന്ന് പറഞ്ഞ് അടുത്തു വരുന്ന മിനിറ്റും മുമ്പിലാണെന്ന് ഞാൻ പരിശുദ്ധാത്മ കുടുംബത്തെ നോക്കി പ്രവചനാത്മാവിൽ കൽപ്പിക്കുക. മറ്റവർക്ക് ഞങ്ങളുടെ ഭാഷ മനസ്സിലാകുന്നുണ്ട്. Hallelujah! 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 സ്തോത്രം. നമ്മുടെ ദൈവം ജീവിക്കും. നമ്മുടെ ദൈവം ജീവിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായി തീരാൻ പോവാം? ഏറ്റവും ശ്രേഷ്ഠമായ മൂലക്കല്ലായി മാറും. തള്ളിക്കളഞ്ഞതാ പക്ഷെ മൂലക്കല്ലായി മാറും. എന്തുകൊണ്ടായത് മൂലക്കല്ല? കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. സ്തോത്രം. നീ അനേകർക്ക് പ്രയോജനപ്പെടാൻ പോകും എന്ന് പറയാൻ പറ്റുമോ? അനേകർക്ക് പ്രയോജനപ്പെടാൻ പോകും. നീ ഇല്ലാത്തൊരു കാര്യമില്ല എന്ന് വിളിച്ചു പറയാം. ചുക്കില്ലാത്ത കഷായം എന്ന് പറഞ്ഞ പോലെ തന്നെ നീ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറാൻ പോകും. ഇന്ന് നിന്നെ മാറ്റി നിർത്തി വ്യക്തികൾ നിന്നെ അവരുടെ സ്തോത്രം നിന്നെ ആദരിക്കുന്ന വീഴ്ചകൾ മുമ്പിലാ. സ്തോത്രം പറയാൻ പറ്റുമോ? സ്തോത്രം പറയാൻ പറ്റുമോ? വിശ്വാസത്തോടെ സ്തോത്രം പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചിലർ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ചിലർ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതങ്ങൾക്ക് വേണ്ടി ചിലർ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ സ്തോത്രം പറയാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു സഹോദരൻ കഴിഞ്ഞ 2 ആഴ്ചക്കും വിളിച്ചു. കഴിഞ്ഞ ആഴ്ച വിളിച്ചു. കഴിഞ്ഞ 2 ആഴ്ച വിളിച്ച് പരിഗണിക്കണമെങ്കിൽ ഫാസ്റ്റിന്റെ പ്രോഗ്രാം ഞാൻ കണ്ടു. എന്റെ ബിസിനസ് തകർന്നിരിക്കുക. എന്റെ കടയ്ക്കകത്ത് ഒരു ബിസിനസ് പോലും നടക്കുന്നില്ല. സ്തോത്രം. കടഭാരം ഏറി വരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഞാൻ സ്തോത്രം വ്യാപനപ്പെട്ടിരിക്കുന്നു. ചിന്നക്കട, കോട്ടയം കൊല്ലം ചിന്നക്കട എന്ന് പറയുന്ന സ്ഥലത്ത് താൻ ഒരു കട നടത്തുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ആഴ്ച പ്രാർത്ഥിക്കാം, പക്ഷെ അടുത്ത ആഴ്ച എന്നെ വിളിച്ച് സാക്ഷ്യപ്പെടുത്തണം. ഈ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട വിളിച്ചിട്ട് പറഞ്ഞു സ്തോത്രം വിശലോ സ്തോത്രം. ഞാൻ ശ്രദ്ധിക്കാതെ പോകുന്നവരും കൂടി ഞാൻ സ്തോത്രം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ വന്ന് കസ്റ്റമർ വന്ന് കഴിഞ്ഞിട്ട് സ്തോത്രം വിശലോ 4 മണിക്കൂർ നിന്നാലും 5 മണിക്കൂർ നിന്നാലും അവര് പോയിട്ട് ആ പുറകെ നിൽക്കുന്ന കസ്റ്റമർ കൂടെ എന്റെ പിന്നിൽ നിന്ന് ആ ബിസിനസ്സിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എന്റെ ഷോപ്പ് അനുഗ്രഹിക്കപ്പെടാൻ ദൈവം എന്നെ സഹായിച്ചു. സ്തോത്രം പറയാൻ പറ്റുമോ? എന്ന് പകൽ പ്രാർത്ഥിച്ചാൽ സ്തോത്രം നീ ആളെ അന്വേഷിച്ച് പോണ്ട. നിന്റെ സ്ഥാപനത്തിലേക്ക് ആളുകളെ വിടുവാൻ, ആ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായ ദൈവമാണ്. സ്തോത്രം പറയാൻ പറ്റുമോ? പൈസലോ വിഷയത്തിന്റെ പൂർണ്ണത്തിലേക്ക് വരുന്നേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് സ്തോത്രം ഇങ്ങനെ പറഞ്ഞു. യഹോവയുടെ സ്തോത്രം പൈസ ദൈവസന്നിധി പറഞ്ഞു തള്ളിക്കളഞ്ഞ മൂലക്കല തീർന്നു. ഇത് യഹോവയാൽ എന്റെ ദൃഷ്ടിയിൽ ദൈവം നമ്മളെ ആദരിക്കാൻ പോകുമ്പോൾ നമ്മൾ അമ്പരന്ന് ഒന്ന് പോലെ ചോദിച്ചു നോക്കി. നിങ്ങൾക്ക് അത്ഭുതപ്പെടാമല്ലോ ആഗ്രഹമുണ്ടോ ചോദിച്ചാൽ അത്ഭുതപ്പെടാം. നമ്മൾ കണ്ണുകളിപ്പോ സ്വതന്ത്രം പറഞ്ഞാൽ പ്രൈസലോ. ഞാനൊരു പ്രാവശ്യം ഫ്ലൈറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ദൈവമേ സ്വതന്ത്രം. സാധാരണ സീറ്റിൽ നിന്ന് ആ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം കട്ടനിട്ട് അങ്ങോട്ട് പോകണ്ടേ. സ്വന്തം ഒരാഗ്രഹം.
2 മിനിറ്റ് കഴിഞ്ഞില്ല. സ്തോത്രം. ചോദിച്ചോ, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം. 2 മിനിറ്റ് കഴിഞ്ഞില്ല. സ്തോത്രം. അവര് സീറ്റ് അറേഞ്ച് ചെയ്ത സമയത്ത് പറഞ്ഞു ഫ്രണ്ടിൽ ആള് കുറവാ, 2 പേര് ജനിച്ചു വരാൻ പറഞ്ഞു. എണ്ണിച്ചില്ല, കാരണം നമ്മളെ പിടിച്ചിരുത്തിയാൽ ഏറോസിന്റെ വാക്യമുണ്ട്. സ്തോത്രം. നിനക്ക് മുഖ്യ സ്ഥാനം കിട്ടാൻ നീ ആദ്യം കയറിയിരിക്കരുത്. ചിലപ്പോ വേറെ ആരെങ്കിലും വന്നാൽ നിന്നെ എഴുന്നേപ്പിച്ചു വിടുവന്നു. സ്തോത്രം. ഞാൻ അവിടെ ഇരുന്നു. സ്തോത്രം. പൈസലോ എനിക്കത് പറയാം. സ്തോത്രം. നമ്മളെ തട്ടുപിടിച്ചു കയറി ഫ്രണ്ട് ഇരുന്നോളാൻ പറഞ്ഞു. നമ്മൾ സാധാരണ ടിക്കറ്റ് എടുത്താലും ഞാൻ പറയാം, ദൈവം മാനിക്കുമ്പോ അകത്ത് ആഗ്രഹമുണ്ട്, നമ്മൾ അത്ഭുതപ്പെടും. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നവനാണ് ദൈവം. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ ചെറുതും വലുതുമായ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനവധി സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം പറയാൻ പറ്റുമോ? മറിയുടെ വെച്ചാൽ സക്കരയോട് വെച്ചാൽ അവർ പറയും, ദൂതന്റെ വന്ദനം കേട്ട് ഞാൻ ഭയപരശനായി അമ്പരം നീക്കിയ ഞാൻ ആരാ? സ്തോത്രം. സാധാരണപ്പെട്ടവൻ. ഞാൻ ആരാ? ഒരു പൊടി. ഞാൻ ആരാ? ഇന്ന് കണ്ട് നാളെ വാടുന്ന ഒരു പൂവിന് തുല്യം. ഞാൻ ആരാ? 4 വിരൽ നീളമുള്ള ആയുസ്സുള്ളവൻ. ഞാൻ ആരാ? ഒരല്പം പ്രാണി. പക്ഷെ ദൈവം ഒരു വ്യക്തിയെ ആദരിക്കാൻ തുടങ്ങുമ്പോ അല്പം പ്രാണി എന്ന് നീ പറയുമ്പോൾ തന്നെ ദൈവം ശ്രദ്ധ വളരെയുണ്ടെന്ന്, ഉയർച്ചയിൽ നടക്കുവാൻ ശക്തനായ ദൈവമാണെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് സ്തോത്രം പറയും? ഇത് യഹോവയിൽ സംഭവിച്ചു. ഞങ്ങളുടെ ദൃഷ്ടിയിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ലോണിന് വേണ്ടി പോവുക. ജോസഫ് പാസ്റ്റർ സ്തോത്രം വിളിച്ചല്ലോ എടുത്തുവായി. അതുകൊണ്ട് അമ്മമ്മയുടെ കല്ലുമാലിക്കൽ അമ്മച്ചിയുടെ മോടെ വീടിന് തറക്കല്ലിട്ടപ്പോ അവര് പറഞ്ഞു ഫൗണ്ടേഷൻ പണിഞ്ഞിരുന്നേ ഉള്ളൂ, വീട് പണിയുള്ള പൈസയില്ല. പ്രാർത്ഥിച്ചു ദൈവദാസൻ കർത്താവിന് സ്തോത്രം ചെയ്ത് കല്ലെത്തു. പ്രിയപ്പെട്ട സഹോദരിങ്ങനെ പറഞ്ഞു സ്തോത്രം. പെട്ടെന്ന് ചില പൈസയുടെ ക്രമീകരണം. അവരുടെ ബിസിനസ് നഷ്ടപ്പെട്ടു പോയത്. അവരുടെ കമ്പനിയിൽ ഉത്തരവാദിത്തം പാർട്ട്ണറായിട്ട് ജോലി ചെയ്തു. 2 പേരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സ്തോത്രം. ഒരു പാർട്ട്ണർ ചെയ്തു. ഈ പ്രിയപ്പെട്ടവൻ പാവമായതുകൊണ്ട് മുഴുവൻ പിടിച്ചു ഇയാളെ പുറത്തേക്ക് കളഞ്ഞു. പ്രാർത്ഥിച്ചു. ബിസിനസ് പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതും അനുഗ്രഹിക്കപ്പെട്ടു. വീടിന്റെ പണി നടന്നു. അത് മാത്രമല്ല 1 രൂപയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ 10 രൂപയാണ് കിട്ടുന്നത്. എന്നുവെച്ചാൽ ലോൺ ആണെങ്കിലും ചില കാര്യങ്ങളും ലോൺ ആണെങ്കിലും 1 രൂപ നിനക്ക് ആവശ്യമെങ്കിലും കിട്ടുന്ന എത്ര? ഇതാ ദൈവം. അവിടെ ദൈവത്തിന് നടത്തിപ്പുണ്ടോ? സ്വന്തം പറയാൻ പറ്റുമോ? ദൈവത്തെ നീ പ്രാർത്ഥിച്ച ഒരു വഴി തുറക്കുന്നെങ്കിൽ അല്പം കടഭാരം വരുന്നത് എന്തിനാ ചോദിച്ചാൽ നിന്റെ പ്രാർത്ഥന ഒട്ടും കുറഞ്ഞു പോകാതിരിക്കാൻ, നീ പ്രാർത്ഥിച്ച് മുന്നേറുവാൻ, നിന്റെ കടത്തിന്റെ ചുറ്റ് വലിച്ചുകറാൻ അറിയാവുന്ന ദൈവത്തിന് മുമ്പിലാണ് ഇരിക്കുന്നത് ബോധ്യമുണ്ടെങ്കിൽ അല്പം ഇരുത്തുകൾ കഴിയുമ്പോൾ അതിനെ നീക്കി തരുവാൻ യേശു ശക്തൻ. അങ്ങനെ ദൈവത്തിന് വരുന്നില്ലേ? മടങ്ങി വരട്ടെ. സ്തോത്രം. ഇങ്ങനെ പറഞ്ഞു സ്തോത്രം. ഇത് യഹോവയാൽ സംഭവിച്ചു. ഞങ്ങളുടെ ദൃഷ്ടിയിൽ മറ്റൊരു കാര്യം പറഞ്ഞു. ഇത് യഹോവ ദൈവം ഉണ്ടാക്കിയ ദിവസമാണ്. സന്തോഷിക്കണം, ആനന്ദിക്കണം. അതെന്താ ഭാഷ? സന്തോഷിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ. ഇവിടെയിരിക്കുന്ന ദൈവമക്കൾ ആരാധനയാവും? ഇസ്രായേൽ. പേര് മാറ്റപ്പെട്ടവരാണ്. പേര് മാറ്റപ്പെട്ടവരാണ്. ഇവിടെ ഇരിക്കുന്നവർ ഇസ്രായേൽ. നമ്മൾ എന്ത് ചെയ്യുന്നത്? സന്തോഷിക്കുക മാത്രമല്ല, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. അടുത്തിരിക്കുന്ന മുഖത്ത് നോക്കിയ സന്തോഷമുണ്ടോ ആനന്ദമുണ്ടോ? അത് 2 വലിയ നോക്കി. സന്തോഷമുണ്ടോ? നമ്മൾ പാട്ട് പാടും. സന്തോഷമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. പാട്ട് പാടും. ആനന്ദമാനന്ദമേ ക്രിസ്ത്യ ജീവിതമാനന്ദമേ, ആനന്ദമാനന്ദമേ ഇത് സൗഭാഗ്യ ജീവിതമേ. അവനെ അമിതം സ്നേഹിപ്പാ അധികം പേരും ശോധനയിൽ, അവനെ സ്നേഹിപ്പാ അധികം ശോധനയിൽ
അവൻ സന്നിധി മതിയെനിക്ക്. ഓ അനുഗ്രഹം ലഭിച്ചു ആകുലമകറ്റും അവൻ സന്നിധി മതിയെനിക്ക്. ശ്രദ്ധിക്കണേ, ഒരു ദൈവമൈനെ സംബന്ധിച്ച് ആനന്ദമുള്ള ജീവിതമാ ദൈവം തന്നിരിക്കുന്ന. സ്വന്തം പറയാൻ പറ്റുമോ? അപ്പൊ ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? ആനന്ദിക്കണം. എങ്ങനെയാണ്? ആനന്ദിക്കണം. ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ എന്ത് ചെയ്യുക? എന്താ ദൈവം അതിൽ ആനന്ദിക്കുന്നത് അറിയാമോ? എന്താ ദൈവം അതിൽ ആനന്ദിക്കുന്നത്? പറ, എന്താ ദൈവം അതിൽ ആനന്ദിക്കുന്നത്? ആനന്ദിക്കാൻ ഒരു ഒറ്റ മാർഗം ഞാൻ പറഞ്ഞുതരാം, ആവർത്തിക്കുന്നു. എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും ശത്രു ആഗ്രഹിച്ചതുപോലെ സംഭവിച്ചെന്ന് പറഞ്ഞ് ശത്രു കൈകൊട്ടുമ്പോ ദൈവത്തിൽ അത് കണ്ടിട്ട് കരഞ്ഞോണ്ടിരിക്കില്ല. ദൈവം ശത്രുവിനോട് നോക്കി പറയണ്ട, ഞാൻ ആനന്ദിക്കാം. കാരണം ദൈവം അറിഞ്ഞിട്ടാണെങ്കിൽ ഒരിരട്ടിപ്പ് വെളിപ്പെടാൻ പോകും. ദൈവം അറിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഡബിൾ അനോയിന്റിങ്, ഡബിൾ ബ്ലെസ്സിങ്, ഡബിൾ സ്തോത്രം, ഉയർച്ചകൾ എനിക്ക് ദൈവം തരാൻ പോകുക. നീ കണ്ടത് താഴ്ചയാണെങ്കിൽ ഞാൻ കാണുന്ന ഒരു ഡബിൾ ബ്ലെസ്സിംഗ് ആണ്. എത്ര പേർ സ്തോത്രം പറയും? എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടത് 1000 ദൈവം എനിക്ക് തരാൻ പോകുന്നത് 10,000 ദൈവം എനിക്ക് മകൻ തരാൻ തകർച്ചയാ എന്റെ കണ്ണുകളിൽ തന്നതെങ്കിൽ അടുത്ത മിനിറ്റുകളിൽ ഒരിക്കലും തകരാത്ത ഉയർച്ചകൾ ദൈവം എന്റെ ജീവിതത്തിൽ നൽകാൻ പോകുക. എത്ര പേർ ഞാൻ പറഞ്ഞ വാഴ്ച വിശ്വസിക്കുന്നു? യെരമ്യാവിന്റെ പുസ്തകം 24-6-7 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. യെരമ്യാവിന്റെ പുസ്തകം 24-6-7 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. പെട്ടെന്ന് വായിച്ചാണ്. യെരമ്യാവ് കേട്ടോ, ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഞാൻ എന്റെ ദൃഷ്ടി ഇന്ന് സന്തോഷിക്കാനുള്ള കാരണം എന്റെ ദൈവത്തിന്റെ ദൃഷ്ടി തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ട് എന്റെ മേൽ ദൈവം വെക്കുന്നു. എന്നിട്ട് ഞാൻ അവരെ ഈ ദേശത്തേക്ക് വീണ്ടും നിന്റെ നഷ്ടപ്പെട്ടുപോയ ചില അനുഗ്രഹത്തിലേക്ക്, സ്തോത്രം, നിന്റെ നഷ്ടപ്പെട്ടുപോയ ചില പുരോഗതിയിലേക്ക്, നഷ്ടപ്പെട്ടുപോയ രോഗശാന്തിയിലേക്ക്, നഷ്ടപ്പെട്ടുപോയ സാമ്പത്തിക അനുഗ്രഹത്തിലേക്ക്, നഷ്ടപ്പെട്ടുപോയ നിത്യജീവന്റെ അവകാശത്തിലേക്ക്, നഷ്ടപ്പെട്ടുപോയ ശുശ്രൂഷയിലേക്ക്, നഷ്ടപ്പെട്ടുപോയ വാഗ്ദത്തങ്ങളിലേക്ക് ഞാൻ എന്റെ ജനത്തെ മടക്കിക്കൊണ്ടുവരും. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ അവനെ എന്റെ അവളെ നന്മയ്ക്ക് വേണ്ടി എന്റെ ദൃഷ്ടി അവളുടെ മേൽ വച്ചിട്ട് നന്മയ്ക്കായിട്ട് ഈ ദേശത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. എന്തിനു വേണ്ടിയാ ദൈവത്തിലെ തിരിച്ചു വരുന്നത്? നന്മയ്ക്ക് വേണ്ടിയാ. എന്താ നന്മ അനുഭവിക്കാൻ കാരണം അറിയാമോ? ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവരെ നന്മയും കരുണയും പിന്തുടരും. ആലയത്തിലെ നന്മ കൊണ്ട് അവൻ തൃപ്തനാകും. ദൈവത്തിന്റെ സ്തോത്ര കൃപയിൽ നിൽക്കുന്ന ദൈവത്തിനോട് ചോദിച്ചാൽ ദൈവം ഇങ്ങനെ പറയും, സ്തോത്രം, ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ എനിക്ക് നന്മ വെളിപ്പെടുകയാണ്. എങ്ങനെ വാക്യം പറയുന്നത്? കൈവിടലേ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറഞ്ഞു, യെശയ്യാ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1-19 വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എന്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, വാക്യം ഇങ്ങനെ വായിച്ചു, 19 വാക്യം, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ. കേട്ടോ, ആരെ കേട്ടനുസരിക്കുന്നത് അറിയാമോ? ദൈവത്തെ കേട്ടനുസരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ, ദൈവവചനപ്രകാരം ആരാധിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ നടുവിൽ ഭൂമിയിലെ നന്മ കൊണ്ട് പോഷിപ്പിക്കും. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നെങ്കിൽ ദേശത്തിലെ നന്മകൾ നിങ്ങൾ അനുഭവിക്കും. കുടുംബജീവിതം തന്നെങ്കിൽ ഭാര്യയുടെ സന്തോഷം, ഭർത്താവിൽ സന്തോഷം, കുഞ്ഞുങ്ങളിൽ സന്തോഷം, എന്ന് പറയണ്ട, എന്തൊക്കെ നന്മയുടെ സന്തോഷം ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിലുള്ള എന്തൊക്കെ ഉണ്ടോ അത് ദൈവത്തിന്റെ വചനം കേട്ടാൽ എന്റെ യേശു തരും. യേശു തരുന്നറിയാമോ? വചനം കൂടുതലായിട്ട് അനുസരിക്കാം. വചനം കൂടുതലായിട്ട് ഓരോ പടി അനുഗ്രഹം കൂടുന്തോറും, ഓരോ പടി അനുഗ്രഹം കൂടുന്തോറും, ഓരോ പടി താന്ന് കൊടുത്തോളും. ഇതിന്റെ ഉയർച്ച സ്തോത്രം നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ദൈവം ഉയർത്തുന്തോറും നീ നിന്നെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ടിരിക്കണം.
ദൈവം നിന്നെ വളർത്തുന്തോറും നീ ഒന്നുമായിട്ടില്ലെന്ന് സമ്മതിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ദൈവം നിന്നെ മാനിക്കുന്തോറും ഞാൻ എന്തുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഇങ്ങനെ പറയാം, എന്റെ യേശു കർത്താവ് പറയും, സ്വന്തം നന്മയ്ക്കായി ഞാൻ എന്നെ ദൃഷ്ടി നിന്റെ മേൽ വച്ചോട്ടെ. ദേശത്തിലേക്ക് മടക്കി നമ്മളെ ഈ ദേശത്തിലേക്ക് മടക്കൊണ്ടുവന്നത് ദൈവത്തിന്റെ വചനം അനുസരിച്ച് മടക്കൊണ്ടത് എന്തിനറിയാം? ഈ ദേശത്തിലെ നന്മ അനുഭവിക്കാനാണ്. ദൈവം മടക്കിക്കൊണ്ട് വരുമ്പോൾ ഞാൻ പറയാം, സ്തോത്രം. മടക്കിക്കൊണ്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഷുഗർ പിടിച്ചെങ്കിൽ സ്തോത്രം പറഞ്ഞ് ചായ ഷുഗർ ഇട്ട് കുടിച്ചോ, ദൈവം അനുഗ്രഹിക്കാൻ പോകും. സ്തോത്രം പറഞ്ഞാൽ നമ്മുടെ വേൽപാസ്റ്ററിനോട് വേൽപാസ്റ്റർ പറയും, ഷുഗർ നല്ലപോലെ നിൽക്കുന്ന സമയത്ത് സ്തോത്രം ഞാൻ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട സുനിമോടെ വീട്ടിലായിരുന്നു വലിയ ഐസ്ക്രീം ഞാൻ പറഞ്ഞു, ഇല്ല പാസ്റ്റർ ഷുഗർ ഇല്ല. പ്രാർത്ഥിച്ചിട്ട് ഐസ്ക്രീം സ്തോത്രം ചെയ്ത് കൊടുത്തു. പാസ്റ്റർ അത് തീരു. പൈസലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാസ്റ്റർ ഐസ്ക്രീം വരുമ്പോ പറഞ്ഞു ഷുഗർ ഇല്ലെന്നാ പറഞ്ഞു. ഐസ്ക്രീം എന്തോ ഇല്ല, ഷുഗർ അതിന്റെ ക്യാൻസൽ ചെയ്തേക്കുക. യേശുവിന്റെ നാമത്തെ കർത്താവിന്റെ അഭിഷേകത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഈ സ്തോത്രം ഐസ്ക്രീം തരുമ്പോ ഷുഗർ കർത്താവിന്റെ ദാസനെ മാറി പോകട്ടെ. ചോദിച്ചോ പാസ്റ്റർ, ആക്ച്വലി ഇപ്പൊ ഷുഗർ ഇല്ല, നോർമലാ. പക്ഷെ പാസ്റ്റർ പറഞ്ഞു, ഞാൻ ശീലിച്ചു വന്നില്ലയോ സ്വത്രം. അത് കേരളാലോയാ സ്വത്രം പറഞ്ഞാൽ ശവമഞ്ചത്തിൽ നമ്മൾ കിടക്കുവാന്ന് വിചാരിക്കുക. സ്വത്രം കുഴിയോട് അടുക്കാറായി ഇങ്ങനെ പറയും, നമ്മളാ കിടക്കുന്നേ പറയും, ഇത്രയും വന്നില്ല അവര്, നീ കുറച്ചുകൂടല്ലേ സ്വത്രം കുഴിയിലെത്താൻ. അതുകൊണ്ട് സ്വത്ര പാസ്റ്ററെ വിടലൊക്കെ പ്രാപിച്ചു, ഞാൻ ഇവിടെ കിടന്നോളാം, ഞാൻ അവിടോട്ട് ഉമ്മാരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ അവിടെ പോയി സ്വന്തം പൈസലോ വിടുതൽ പ്രാപിച്ചാലും ശീലിച്ചു വന്ന ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വിടത്തില്ല. സ്വന്തം ഞാനൊരു കാര്യം പറയാം, ഇപ്പോഴും നിങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്താൽ പാസ്റ്റർ സന്തോഷത്തോടെ ചെയ്യും. വാങ്ങിച്ചാൽ ഇത്രേ ഉള്ളോ എന്നുകൂടെ ചോദിക്കും. പ്രൈസലോ 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 പ്രൈസലോ. എന്റെ ദൈവമക്കൾ പറയാൻ, ദൈവം നമുക്ക് നന്മയ്ക്കായി ചില അനുഗ്രഹങ്ങളെ നൽകാൻ പോവുക. എന്നിട്ട് വാക്യം പറഞ്ഞു, ഞാൻ എന്റെ ദൃഷ്ടിയെ നന്മയ്ക്ക് അവരുടെ മേൽ വെച്ചിട്ട് ദേശത്തിലേക്ക് മടക്കൊണ്ടുവരുന്നു. ഞാൻ അവരെ നടും, ഞാൻ അവരെ പണിയും, ഞാൻ അവരെ നടും, ഞാൻ അവരെ പണിയും. പറിക്കുകയോ പൊളിക്കുകയോ ചെയ്യത്തില്ല. ദൈവമകൾ ദൈവത്തിനെ പണിയാൻ ആഗ്രഹിക്കുകയാണ്. എന്തിന് ആലയത്തിൽ കൊണ്ടുവന്നറിയാമോ? ചില നന്മകൾ നീ പ്രാപിച്ച് നീ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞോടുവിൽ ദൈവത്താൽ പണി കഴിഞ്ഞ ഒരു വ്യക്തിയായി, ദൈവത്താൽ പണി പൂർത്തീകരിച്ച ഒരു വ്യക്തിയായി, ദൈവത്തിലെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച വ്യക്തിയായി, ദൈവത്തിലെ ഉയർത്താൻ ഏറ്റെടുത്ത വ്യക്തിയായി, ദൈവത്താൽ നീ ഭക്ഷിക്കപ്പെടുവാൻ എന്റെ യേശു ആഗ്രഹിക്കുന്നു. സ്വന്തം ഞാൻ നിങ്ങളെ പണി. പ്രാരംഭത്തിൽ ദൈവം നമ്മളെ പണി. മനുഷ്യനുണ്ടാക്കിയത് ദൈവത്തിന്റെ പണിയാണ്. മനുഷ്യൻ പണിത വീടെന്ന് പറഞ്ഞാൽ മനുഷ്യ. ദൈവം പണിത വീട് എന്ന് വെച്ചാൽ മനുഷ്യനാണ്. ദൈവം കൈകൊണ്ട് എന്തെങ്കിലും പണിതോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ദൈവമക്കളെ നമ്മൾ പറയും, അവൻ പണിഞ്ഞ ഒരു വ്യക്തി, ഒരു ഭവനം മനുഷ്യനാ. അത് പൊളിഞ്ഞുപോയി. കർത്താവ് പറഞ്ഞു, കുശവന്റെ കയ്യിലേക്ക് ഇരമ്യാവിനെ, കുശവന്റെ വീട്ടിലേക്ക് ഇരമ്യാവിനെ പറഞ്ഞു വിട്ടു. ഇരമ്യ പ്രവചനത്തിൽ പറഞ്ഞു, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, ഞാൻ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. അവിടെ ചെന്നു. സ്തോത്രം എന്ത് ചെയ്തു? പ്രൈസലോ ഉടച്ച പുതിയതൊന്ന് വാർത്തതുപോലെ ഇന്ന് മകൻ ദൈവമല്ലേ അനുയോജ്യമാകുന്ന അനുഗ്രഹപ്രദമായ നിലയിൽ നീ ദൈവത്തിന്റെ കയ്യിൽ ഒരു കൂടിയിലെത്തിയിരിക്കുന്നതുകൊണ്ട്, അവന്റെ കയ്യിലെത്തിയിരിക്കുന്നതുകൊണ്ട് അവൻ നിന്നെ പണിയും. ഏറ്റവും മനോഹരമായ ഏറ്റവും അനുഗ്രഹമായ നിലയിൽ ദേശത്തോ ദൈവത്തിനെ ഉയർത്താൻ പോവുക. വിശ്വസിക്കുന്ന ദൈവമല്ലേ, ഇത് നിന്റെ സമയമാ, സാധാരണ സമയമല്ല. സന്തോഷിച്ച് ആനന്ദിക്കാൻ. ദൈവം പണിയാൻ ആഗ്രഹിക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കണം. ചില വണ്ടിയൊക്കെ വർക്ക്ഷോപ്പിൽ പണിയാൻ കൊണ്ടുപോകുമ്പോ അവിടുത്തെ മേശരി വലിയ കൂടും ഉള്ളിയൊക്കെ എടുത്തോണ്ട് നമ്മളിങ്ങനെ സാറേ സ്വത്രം ബുഷ് മാറ എത്ര വലിയ ഇങ്ങനെ അകത്ത് കയറ്റി വെച്ചേക്കുന്ന ബുഷ് ഉണ്ടല്ലോ, 0.001 ഗ്യാപ്പിലാണ് കയറ്റി വെച്ചത്.
001 അതിന്റെ ക്ലിയറൻസിന്റെ ടോളറൻസ്. പ്രൈസലോ അടിച്ചത് കമ്പൽസ് ചെയ്താ കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിച്ചു കയറ്റുമോ നീ വലിച്ചു കൊടുക്കുകയോ ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന ആൾ പറയാം എന്റെ ഹൃദയം പൊട്ടുന്നേ പറയും. അതെന്തിനാണെന്നറിയാമോ? അവശബ്ദം കേൾപ്പിക്കാതിരിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. പുതിയതൊന്നും ഇടാൻ വേണ്ടിയാ. ദൈവത്തിലെ നീ ഓരോ ദിവസവും ആലയത്തിൽ വരുമ്പോ എവിടെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടു പോയ സ്ഥിതികൾ, പുഷോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് അവശബ്ദം കേൾക്കുന്ന മേഖലകളുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ക്രമീകരണത്തോടെ ഇന്ന് പകൽക്കാലം ആലയത്തിൽ വിടുമ്പോൾ നീ ഏറ്റവും അർത്ഥശൂന്യമല്ല, ഏറ്റവും അനുഗ്രഹീത പൈതലെ മടങ്ങുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയും, കർത്താവിന് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇനി പൊളിച്ചു കളയത്തില്ല. 2, ഞാൻ നടും, ഇരുവനെ നടും. കർത്താവ് പറയുക, ഇനി ഞാൻ എന്ത് ചെയ്തില്ല, പറിച്ച്. ദൈവം പറഞ്ഞ വാക്കാ, ഞാൻ പറയും, എന്ത് ചെയ്യത്തില്ല, ഞാൻ നടും. ദൈവം നട്ടാൽ എന്തോ വേണം? നിങ്ങൾ പറ, ഫലം വേണം. എന്തോ ഫലം ഉണ്ടെന്ന് ചോദിച്ചു, പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. ഞങ്ങളിപ്പോ ഭയങ്കര മനസ്സിലേ പ്രാർത്ഥിക്കുന്നുള്ളൂ, പുറത്തൊന്നും പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന സ്തോത്രം പറഞ്ഞേ. പാട്ട് പാടുമെന്ന് ചോദിച്ച ശബ്ദത്തിൽ പാട്ടുപുസ്തകത്തിൽ നോക്കി ഉറക്ക പാട്ട് പാടുമെന്ന് ചോദിച്ചേ. കൈയടിക്കാനുള്ള കൃപ കിട്ടിയെന്ന് ചോദിച്ചേ. ഓ, ഞാനത് ശീലിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ ആട്ടത്തെ ഉള്ള. പ്രൈസലോ, എനിക്ക് അത് അല്ല ശീലം, എനിക്ക് ഈ തൊടലടിക്കുന്ന ശീലം. നിങ്ങളുടെ കൃപാവരം കൂടിയോ? വല്ല കൃപാവരം കൂടിയോ? അതോ പഴയ രീതിയിൽ തന്നെ ഇരിക്കുവാണ്? ഞാൻ ഇന്ന് പകൽക്കാലം പറയാൻ, സ്വർഗത്തിന്റെ ദൈവം പറഞ്ഞു, നിന്റെ ദൈവം നട്ടത് ഫലം പുറത്തുകൊണ്ടുവരാം. വേദപുസ്തകം പറയുക, ശ്രദ്ധിക്കണേ. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. വായിച്ചാട്ട് ഇരമ്യ വിടല്ലേ, താഴെ 2 വാക്യങ്ങൾ വേണം. ഇസഹാക്ക് എന്റെ കാട്ട് കാണാൻ വയ്യ, അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. വേഗത്തിൽ നീ പോയി വേട്ട പേടി, വേട്ട മൃഗത്തെ എനിക്ക് പാകം ചെയ്യുന്ന എന്റെ അനുഗ്രഹത്തിന്റെ കൈ നിന്റെ മേൽ വെക്കണം. കണ്ണ് കാണാത്തോണ്ടൊരു കാര്യം സംഭവിച്ചു. പ്രിയപ്പെട്ടവൾ അപ്പുറത്ത് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. നമ്മളിതുപോലെ നമ്മളോടല്ല പറയുന്നെങ്കിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചിലത് ചെയ്യും, അടുത്ത് ഒളിഞ്ഞു കേൾക്കും. മുക്കും മൂലം കിട്ടിയാൽ ബാക്കി നമ്മൾ ഒപ്പിച്ചു. അങ്ങനെയല്ലേ ചോദിച്ചേ? അങ്ങനെ അല്ലാത്തവർക്ക് സ്വത്രം, അങ്ങനെ ആകല്ലേ എന്ന് പറഞ്ഞില്ല. മുക്കും മൂലം കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഒപ്പിച്ചു കളയരുത്. അതറിയില്ല. ഞാൻ പറഞ്ഞൊരു സാക്ഷ്യം, അതിന്റെ വായിട്ട് എന്തോ ബാക്കിയുള്ള പുറത്ത് പറഞ്ഞില്ല. നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയെന്നറിയാമോ? സ്വത്രം ഞാൻ പറയുന്നില്ല. മുക്കുമൂലം കിട്ടിയ കാര്യം ബാക്കി ആശിട്ട് ഒപ്പിച്ചു വെക്കരുത്. പണ്ട് ഫിലിപ്പിനായി സ്വത്രം നമുക്കറിയത്തില്ല, നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? സ്വത്രം അവിടെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മിടുക്കന്മാരാ. വായിച്ചു നോക്കുമ്പോൾ ഒരർത്ഥവും കാണത്തില്ല. ഇതുപോലെ മുക്കും മൂലം കിട്ടിക്കഴിഞ്ഞാൽ വിശ്വാസി നീ ചേർത്ത് വെക്കരുത്. അത് നമുക്ക് യോജ്യമല്ല. കിട്ടിയതിന്റെ ഉത്തരം കൊടുക്കാം. കേട്ടത് എന്നറിയാമോ? യേശാവിനെ വിളിച്ച അനുഗ്രഹത്തിന്റെ കാര്യം പറയാൻ നേരം എന്നറിയാമോ? ഇങ്ങനെ ഒളിഞ്ഞു എന്ന് കേട്ടു. ഈ കാണാത്ത പാപ്പാത്തി എന്ത് കഴിയും? സ്വന്തം പൈസലോ അടുത്താരും പോണ്ട നിൽക്കത്തില്ലെന്ന് അറിയത്തില്ല. ഒത്തിരി ഉറക്കയാ പറഞ്ഞത്. മോനെ, ഞാൻ തീരാൻ പോവാ, എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം, ഇത് നിന്റെ വംശമാ. അവിടെ യാക്കോബില്ല. അമ്മച്ചി കേട്ടു. അമ്മച്ചി കേട്ടിട്ട് സ്വന്തം പറഞ്ഞു. അമ്മച്ചിക്കറിയാം യാക്കോബ് എവിടെ ഉണ്ട്. യാക്കോബിനെ പുള്ളിക്കാരന്റെ സാരിയുടെ തുമ്പി നോക്കിയാൽ സ്വത്രം വരുന്നില്ല. പ്രൈസലോ
അമ്മയെ പറ്റി എന്നാലും അനുഗ്രഹമുണ്ട് കേട്ടോ, സ്വപ്നം പറഞ്ഞാണ്. വിശലോ ചില അമ്മയെ പറ്റി എന്നാലും എന്തോണ്ട് അനുഗ്രഹമുണ്ട്. അനുഗ്രഹം കൊണ്ട് വാ സ്വപ്നം. നല്ല അനുഗ്രഹമൊക്കെ വരുമ്പോൾ വിടാൻ പിടിച്ച് നമുക്ക് കിട്ടും സ്വപ്നം. ചില അമ്മമാരെ വിശ്വസിക്കുകയില്ലേ സ്വന്തം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് അമ്മ മോത്ത് ആ മോൻ വീട് വെച്ചാൽ പറഞ്ഞു നിന്റെ ജീവിതത്തിൽ കുണം പിടിക്കത്തില്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം ഇല്ലാത്തോണ്ടോ? ദൈവമുള്ള അമ്മമാര് നമുക്ക് നന്നാകാനേ വരത്തുള്ളൂ. ശ്രദ്ധിക്കണേ, ഇത് കേട്ട ഉടനെ റാഹേലിനറിയാം ഈ അനുഗ്രഹം യാക്കോബിൽ വരണം. കാര്യം നമുക്കറിയാം, പിള്ള ഉള്ളത്തിൽ കിടന്ന് തുള്ളിയപ്പോ ഇസ്ഹാക്ക് പ്രാർത്ഥിച്ചു, മറുപടി വീണു. വീണ മറുപടിയുടെ നടുവിൽ പ്രിയപ്പെട്ടവൾ ആകെ പരവശയായി. അവൾ ഈ വിഷയത്തെ കുറിച്ച് ഗൗരവമറിയാൻ ദൈവത്തോട് ആലോചിച്ചപ്പോ ദൈവം പറഞ്ഞു, നിന്റെ അകത്ത് 2 വംശമുണ്ട്. മൂത്തവൻ ഇളയവരെ സേവിക്കും. അത് കാഴ്ചയിൽ പുള്ളിക്കാരി കണ്ടു. ഡെലിവറി നടന്നപ്പോ എന്ത് ചെയ്തു? സ്വത്രം. എല്ലാ പിള്ളേരും 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ പുറത്തു വരുത്തു. ഇത് മൂത്തവൻ വന്നപ്പോ കൂടാനും പോന്നു. അമ്മച്ചു നോക്കിയപ്പോ കൈകൊണ്ടിരിക്കുക, അവന്റെ കുതികാലി പിടിച്ചേക്കുക, വിടത്തില്ല. സ്വത്രം പറ. അമ്മ ചോദിച്ചതിന്റെ മറുപടി ആദ്യ വാഗ്ദത്തത്തിൽ വീണു. ഞാനോട് പോകുന്നില്ല. സ്തോത്രം. നമുക്കറിയാം, ഈ പിള്ള ഉള്ളത്തിൽ കിടന്ന് തുള്ളിയപ്പോ സ്തോത്രം ഞെരുങ്ങിയപ്പോൾ ഇവിടെ ആകപ്പാടെ പരവശയായി. ഇവിടെ പറഞ്ഞു, ഞാൻ മരിച്ചു പോകും ദൈവമേ, ഇതിന്റെ പിന്നിലുള്ള രഹസ്യമെന്താ? ദൈവം പറഞ്ഞു, മൂത്തവൻ ഇളയവനെ ശ്രമിക്കും. ഡെലിവറി ടൈമിൽ തന്നെ ആര് കാണുവാന്നറിയാമോ? ആ ഭാഗ്യകരമായ ശുഭാപ്തി ആര് കാണുക? സ്തോത്രം. ശ്രദ്ധിക്കണേ, റബേക്ക കാണുക. റബേക്ക കാണുന്നത് എന്താണെന്നറിയാമോ? റബേക്കയുടെ കാഴ്ചപ്പാടിൽ റബേക്ക നോക്കി നിൽക്കുമ്പോ, റബേക്ക ഡെലിവറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏഴെ പൈതൽ മറ്റവനെ കുതികാൽ പിടിച്ച് ഇറങ്ങി വരികയാ. ജ്യേഷ്ഠവാശം തട്ടിയെടുക്കാൻ പായസം കൊടുത്തു. ജ്യേഷ്ഠവാശം. സ്തോത്രം. യാക്കോബ് കരസ്ഥമാക്കി. ഇപ്പൊ അമ്മയുടെ കൂടെ കൂടാരവാസി സന്തുഷിക്കില്ല. യാക്കോബിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി കൂടാരവാസി. അപ്പൊ കൃപ കിട്ടാനുള്ള ഏറ്റവും വലിയ മർമ്മം ഒന്നും എടുത്തിയാട്ടക്കാരനും പിടിവാശക്കാരനും. പിന്നെ കണ്ട പറയാൻ പറ്റത്തില്ല. പാട്ടുകാരുടെ വിഷയം വലിയ മുടുക്കൻ എന്താ പറയുന്നത്? വീട്ടിലോട്ട് ഒരുപാട് എടുക്കില്ല. പിടിവാശിക്കാരൻ. പക്ഷെ യാക്കോബിനോട് വിഷയം കൂടാരവാസി സാധു. പാറ്റക്കൊല്ലാതിന് വേണ്ട അമ്മയെ പാവമാ, ജീവിച്ചോ. എന്നിട്ട് അമ്മ കാണാതെ കുറച്ച് പഞ്ചസാര കൊണ്ടതിന് തീർന്നു. അമ്മയോട് പറയല്ലേ സ്വത്രം വരുന്നില്ല. സ്വത്രം ഇതൊക്കെ സാധിച്ചില്ല. പ്രത്യേകത ചേട്ടനെ കൊണ്ട് വേണ്ട അമ്മേ. സ്വത്രം ആവശ്യമില്ലാത്തതൊന്നും വളർത്തരുത്. സ്വത്രം പറഞ്ഞാൽ ദൈവമക്കളെ എന്ന് മകൾ ഞാനൊരു വാക്ക് ഇങ്ങനെ എടുത്ത് പറയാം. ഈ പ്രിയപ്പെട്ടവൻ കൂടാരവാസിയും സാധുശീലമാണ്. ഈ പ്രിയപ്പെട്ട മാതാവിനറിയാം, എന്നോട് പറഞ്ഞ വാഗ്ദത്തം യേശാവിലല്ല വരേണ്ടത്, മറിച്ച് യാക്കോബിൽ വരണം. പെട്ടെന്ന് യാക്കോബ് പറഞ്ഞു, പെട്ടെന്ന് ഈ സ്തോത്രപ്രീശൻ കുഞ്ഞാടിനെ പാപം ചെയ്ത് അമ്മ സ്തോത്രം യാക്കോബിന്റെ കയ്യിൽ കൊടുത്ത് അപ്പന്റെ മുമ്പിലേക്ക് അയച്ചു. നമുക്കറിയാവുന്ന സംഭവം. അപ്പന്റെ നടുവിൽ ചെന്നപ്പോ അപ്പൻ ചോദിച്ചൊരു ചോദ്യമാ പറഞ്ഞ സ്തോത്രം. 27ന്റെ 20ാമത്തെ വാക്യം ഞാൻ പറഞ്ഞത് വായിച്ചു. ഉൽപ്പത്തി 27:20. കുഞ്ഞ, ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ വരുന്നത് ദൈവത്താൽ. ഇസ്ഹാക്ക് ചോദിച്ചു, മോനെ ഇത്ര വേഗത്തിൽ നിനക്ക് കിട്ടിയത് എങ്ങനെയാ? നീ ചോദിച്ചപ്പോ യാക്കോബ് അതിന്റെ മറുപടി കൊടുത്തത് ശക്തമാണ്. ആതാ മറുപടി. ഇന്ന് പകൽ ദൈവമക്കളുടെ വായിൽ വരുന്ന മറുപടി അതായിരിക്കണം. ഇതെങ്ങനാ എന്ന് ചോദിക്കുമ്പോൾ ഈ വീട് എങ്ങനെ തീർന്നു? വീട് എങ്ങനെ തീർന്നു? യഹോവയാൽ തീർന്നു. ഇതെങ്ങനെ തീർന്നു? യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. എങ്ങനെ പോകാൻ സഹായിച്ചു? ദൈവത്താൽ സഹായിച്ചു. ഇതെങ്ങനെ ലഭിച്ചു? ദൈവത്താൽ ലഭ്യമായി. എങ്ങനെ നിങ്ങളുടെ കടഭാരം മാറി? യേശുവിനാൽ മാറി. എങ്ങനെ നിങ്ങളുടെ രോഗം മാറി? യേശുവിനാൽ മാറി. എങ്ങനെ നിങ്ങൾ വിജയിച്ചു? യേശുവിനാൽ വിജയിച്ചു. എങ്ങനെ നിങ്ങൾ ദേശം നിൽക്കുന്നു? യേശുവിനാൽ നിൽക്കുന്നു. എങ്ങനെ ശുശ്രൂഷ അഭിവൃദ്ധിപ്പെടുന്നു? യേശുവിനാൽ അഭിവൃദ്ധിപ്പെടുന്നു. ഇന്ന് മകൾ പറയാൻ താല്പര്യപ്പെട്ടാൽ ദൈവമേ, യേശു നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്ര വേഗം ഇതെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞ മറുപടി ശക്തമാണ് കേട്ടോ. യാക്കോബ് പറഞ്ഞ മറുപടി കേട്ടോ. അപ്പച്ചന്റെ ദൈവമായ യഹോവ എന്റെ ദൈവമായില്ല, നിന്റെ ദൈവമാണ്. 28ാം അധ്യായം വായിക്കുമ്പോൾ പറഞ്ഞത്, എന്റെ അപ്പന്റെ ദൈവം എന്നെ സൗഖ്യത്തോടെ വീട്ടിൽ മടക്കി നിർത്തിയ ഈ അപ്പന്റെ ദൈവം എന്റെ ദൈവമാണ്.
ഇല്ലെങ്കിൽ അപ്പന്റെ തന്നെയാ. സ്വത്രം എന്നില്ല. അർമ്മം മനസ്സിലായോ? നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി. 28 അധ്യായത്തിൽ യാക്കോബ് പറയുക, നീ എന്നെ അനുഗ്രഹിച്ചു സൗഖ്യത്തോടെ മടക്കി വരുത്തിയാൽ അപ്പന്റെ ദൈവം അമ്മ എന്റെ ദൈവമാകത്തുള്ളൂ. അമ്മാവന്റെ പേര് മാറി. അമ്മാവന്റെ പേര് മാറുള്ള വാഗ്ദത്തം വേണ്ടത്. ഇന്ന് പകൽ അപ്പന്റെ ദൈവം എന്റെ ദൈവമായി മാറുവാൻ സ്തോത്രം. പ്രിയപ്പെട്ട ഒന്ന് ആലോചന പറയുക, ദൈവമേ സ്തോത്രം, എന്റെ സ്ഥിതി മാറണം. ഇതങ്ങനെ കിട്ടി. ദൈവം എന്റെ നേർക്ക്, ദൈവം എന്റെ നേർക്ക് ചെന്ന് വിടാൻ പോവുക. ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വിടാൻ പോവുക. പോലെ ചില അനുഗ്രഹങ്ങൾ ജോലി തരാൻ പോവുക. ചില അഭിവൃദ്ധി നിന്റെ ശുശ്രൂഷ തരാൻ പോകുക. ചിലത് നിന്റെ കുടുംബത്തിനകത്ത് എത്താൻ പോകുക. ചിലത് നിന്റെ ഫലമുള്ള എത്താൻ പോകുക. ചിലത് നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടത് ദൈവം ചെയ്തെടുക്കാൻ പോകുക. ദൈവം ദേശത്തിന്റെ പണിയാൻ പോകുക. ആർക്കും കഴിയാത്ത നിലയിൽ ദൈവത്തിന്റെ പുരോഗതികൾ, ദൈവത്തിന്റെ അഭിവൃദ്ധികൾ ദൈവത്തിലേക്ക് തരാൻ പോകുക. നിന്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടാൻ പോകുക. നിന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. നിന്റെ കൂട്ടുവാസം അനുഗ്രഹിക്കാൻ പോകുക. ദൈവം നിന്റെ നേർക്ക് വരുത്താൻ പോകുക. എത്ര ഭാഗ്യം! സ്തോത്രം! ഇതെങ്ങനെയാ മോനെ കിട്ടിയത്? നിന്റെ ദൈവം എന്റെ നേർക്ക് വളരെ അനുഗ്രഹിച്ചോ. ഇത് ഭക്ഷിച്ചതിന് ശേഷം പറഞ്ഞു, എടാ ഞാൻ നിന്നെ ഒന്ന് തപ്പി നോക്കിക്കോട്ടെ. നമുക്കറിയാം, കള്ളം ചെയ്തിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്തുമായിരിക്കും എന്റെ സ്ഥിതി? പറഞ്ഞു, നിങ്ങൾ കള്ളം ചെയ്തു, എങ്ങനെയായിരിക്കും എന്തുമായിരിക്കും സ്ഥിതി? വേറെയിലൊക്കെ വിട്ടേരെ. എന്റെ ഹൃദയെടുപ്പ് സ്റ്റെത്ത് വെക്കാതെ കേൾക്കാം. എങ്ങനെയായിരിക്കും? സ്വന്തം ഈ തപ്പി നോക്കാൻ വിളിച്ചാണ് നോർത്തു നോക്കി. ഒരു വിറയലും സ്വന്തം തന്നില്ല. ഒരു വിറയലും ഒരാഹലാതി, ഒരു അങ്കലാപ്പും സ്വത്രം. ദൈവത്തിന് കാര്യം പറയാം, ഞാൻ നിന്നെ തപ്പി നോക്കട്ടെ. നിന്റെ ശബ്ദം ഇപ്പോഴും ശരീരം ഞാൻ ഇവിടോട്ട് വരാൻ പോവാ. തപ്പി നോക്കിയപ്പോ അനുഗ്രഹിക്കാൻ കാരണം എന്തായിരിക്കും? ഒന്നെടുത്ത് പറഞ്ഞോട്ടെ, ഈ പുള്ളിക്കാരൻ ഭക്ഷിച്ചത് വേട്ടയിറച്ചിയല്ല. എന്തേർച്ചയാ? കുഞ്ഞാട് പാകം ചെയ്യുന്നു. കുഞ്ഞാടിനെ പാകം ചെയ്താ കഴിക്കുന്നത്. സ്വത്രം പറഞ്ഞാട്ട്, സ്വത്രം പറഞ്ഞാട്ട്, സ്വത്രം പറഞ്ഞാട്ട്, സ്വത്രം പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പച്ചൻ അനുഗ്രഹിക്കാൻ കാരണം അനുഗ്രഹിക്കപ്പെട്ട വാക്ക്, അമ്മയുടെ വാക്ക് നോക്കട്ടെ. 27:8-9 വാക്കുകൾ വായിച്ചാൽ പെട്ടെന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. ആകയാൽ മകനെ, നീ എന്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക. ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് 2 നല്ല കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരിക. ഞാൻ അവയെ കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഈ 2 എണ്ണം എന്താ? ഈ 2ന്റെ പ്രത്യേകത? പുതിയതും പഴയതുമാകുന്ന 2 നിയമം കൊണ്ടുവരിക. ഞാൻ നിന്റെ അപ്പന് പാകം ചെയ്ത് രുചികരമാകുന്നത് പാകം ചെയ്ത് തരാം. മോൻ പറഞ്ഞ അപ്പച്ചാതയാണ്ട് ഇനി അനുഗ്രഹിക്കാൻ. അപ്പൻ ഇത് അകത്താക്കി കഴിഞ്ഞിട്ട് അനുഗ്രഹിക്കാൻ പിടിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു വീണ്ടെടുപ്പിന്റെ വില കൊടുത്തതിന് ശേഷമാണ് നീ അവിടെ ചെന്ന് നിൽക്കുന്നെങ്കിൽ നിനക്ക് അനുഗ്രഹം കിട്ടാൻ വരത്തില്ല. ഇന്ന് പകൽ യേശു ക്രിസ്തു പറഞ്ഞു, സഭയുടെ മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. സഭയെ വീണ്ടെടുത്ത് യേശുവാണ്. സഭയുടെ ഉത്തരവാദിത്തം യേശുവിൻ്റെതാ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥനായിട്ട് വിടത്തില്ല, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ഞാൻ നൽകി തരാം. യേശു പറഞ്ഞ വാഗ്ദത്തമാ. ഇന്ന് മകൻ ചിലതൊന്നിനെ നേർക്ക് വരുത്താൻ പോകുക. നിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയത് ജന്മനാനുള്ള അനുഗ്രഹങ്ങൾ, ജനിക്കുന്ന മുമ്പുള്ള വാഗ്ദത്തങ്ങൾ, ശുശ്രൂഷയ്ക്ക് വന്നപ്പോഴുള്ള വാഗ്ദത്തങ്ങൾ, ഭവനം വെച്ചമുള്ള വാഗ്ദത്തങ്ങൾ, ശുശ്രൂഷയ്ക്കകത്ത് മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ ആലോചനയിൽ വെളിപ്പെട്ട ചില വിഷയങ്ങൾ, നീ പ്രാർത്ഥിച്ച് ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ എന്റെ ദൈവം നിനക്ക് മടക്കി തരാൻ പോവുക. ദൈവത്തിന്റെ നേർക്ക് വരുത്താൻ പോവുക. നിനക്ക് ശക്തിയില്ല, വിടുക്കില്ല, പക്ഷെ ദൈവം നിനക്ക് തരാൻ പോവുക. ഞാൻ മനസ്സിലാവുന്ന ഒരു ഭാഗം പെട്ടെന്ന് വിളിച്ച് പറയാം. കർത്താവിന്റെ പേര് അതിനെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കും. യാക്കോബ് ഇസഹാക്കിന്റെ അടുത്ത് വരുമ്പോ ഇസഹാക്ക് കെട്ടിപ്പിടിച്ചു കൊടുക്കും. എന്താ പറയും?
2 ശാസന പോടാക്കാം. അപ്പന്റെ അടുത്ത് പോലും അവൻ പോത്തില്ല. അവൻ ആകപ്പാടെയുള്ള തുണയാരാ? അമ്മയാണ്. ഇവിടെ നോക്കിയേ, ദൈവനെ അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോ ഇവൻ അപ്പൻ പറഞ്ഞത് കേട്ടില്ല, ഇവൻ കേട്ടില്ല. പക്ഷെ നിന്നെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ കേട്ടയാൾ മീഡിയേറ്ററായിട്ട് നിന്നാ മതി. നിനക്ക് ഒരു കാര്യം തരുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അത് നിന്നോടാ പറയുന്നത്, കൊണ്ടുവരേണ്ട കടമ നിന്റേതാണ്. സ്തോത്രം. മോശ ദൈവത്തിന്റെ വാഗ്ദത്തം സ്തോത്രം കാലേബിനോട് പറഞ്ഞു. 40-ൽ 85 വയസ്സായി. ഇപ്പോൾ ആ സ്ഥാനത്ത് നിൽക്കുന്ന യോശുവയാണ്. യോശുവോട് പറഞ്ഞു, മോശ എന്നെ അയച്ച നാളിൽ എനിക്ക് 40 വയസ്സുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നു. അന്ന് എനിക്ക് തന്ന മല ഇന്നും എന്റെ കയ്യിൽ ആയിട്ടില്ല. ഇന്നും അത് അനാക്യ മല്ലന്മാരുടെ കയ്യിലിരിക്കുകയാണ്. സ്തോത്രം. അത് മടക്കി തരാൻ കഴിയുമെങ്കിൽ തരിക. ഞാൻ അവിടുന്ന് മല്ലന്മാരെ, അനാക്യ മല്ലന്മാരെ ഓടിച്ചോളാം. അന്ന് ദൈവം പറഞ്ഞ അതേ ബലം എനിക്ക് ഇന്നുകൊണ്ട്. നീ അത് പ്രാപിക്കുമ്പോൾ നിന്റെ ബലം കുറയത്തില്ല, നിന്റെ ശക്തി കുറയത്തില്ല. നീ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നാൽ നിന്റെ പുതിയ കൃപകൾ നഷ്ടപ്പെടത്തില്ല, നിന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടത്തില്ല. അത് പ്രാപിക്കുമ്പോൾ അത് പ്രാപിക്കാൻ തക്കതായ പ്രത്യേകമായ തലം പരിശുദ്ധർക്ക് വേണ്ടി ഒരുക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ട്, എന്റെ പ്രസംഗ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നീ പ്രാർത്ഥിച്ച് 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 ക്ഷീണിച്ചു കാണും. പക്ഷെ ദൈവം ഒരു മറുപടി അയച്ചിട്ടുണ്ട്. മടി കൂടാതെ ചോദിച്ചോ, ദൈവം നൽകാൻ പോവുക. എല്ലാവർക്കും അവരവരുടെ അവകാശങ്ങൾ അത് അളന്ന് കിട്ടി. എല്ലാവർക്കും അളന്ന് കിട്ടിയപ്പോ കാലം എന്നെ വിളിക്കും, അനുവ എന്നെ വിളിക്കും, എന്നെ വിളിക്കുന്നു. വിളിക്കാനൊക്കെ അങ്ങോട്ട് ചോദിച്ചു. എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, 40 പറഞ്ഞതാ. നിനക്കറിയാമല്ലോ, യജമാൻ അറിയാമല്ലോ. എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്, മോശയെ കൂടി പറഞ്ഞ വാഗ്ദത്തമാണ്. അവിടെ അനാക്യ മലന്മാർക്കെന്നറിയാം. എനിക്ക് 85 വയസ്സുണ്ട്. പഴയ നാളിലെ ആരോഗ്യം എനിക്ക് ഇന്നും, പഴയ നാളിലെ ആരോഗ്യം എനിക്ക് ഇന്നും. ഈ ആരോഗ്യം, പഴയ നാളിലെ ആരോഗ്യം കിട്ടാനുള്ള കാരണം പൂർണ്ണമായി ഞാൻ ദൈവത്തോട് പറ്റി നിന്നു. പറ്റി നിൽക്കുന്ന വ്യക്തികൾക്ക് എന്തുകൊണ്ട്? പഴയ നാളിലെ. പിന്നെ നമുക്ക് ഈ ശാരീരികമായിട്ടുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഞാൻ പ്രസക്തിയുള്ള വിഷയമാണ്. ഒന്നുകൂടെ ഇവിടെ ആവർത്തിക്കുന്നു. ശുശ്രൂഷകൾ പിൽക്കരങ്ങൾ പ്രസക്ത വിഷയമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യം കിട്ടുമെന്ന് അറിയാവോ? 2 ചേർന്നതിന്റെ പാലിന്ന് കുടിക്കുന്ന ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. നമ്മളതാ കുടിക്കുന്നത്. ആരോഗ്യം കാണുമോ? പണ്ട് നാടൻ മതി എന്നാ പറഞ്ഞത്. നാടൻ പശുവിനെ കണ്ടു കഴിഞ്ഞാൽ സ്വന്തം വെള്ളം പോലും കുടിക്കത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞടാ, അത് അനുഗ്രഹം. നാടൻ പശുവുള്ളവർ കാര്യം, വീട്ടിൽ പശുവുള്ള സ്വന്തം പറഞ്ഞു, പശുവുള്ള കാര്യം നോക്കി. നാടൻ പശുവുള്ളവർ സ്വന്തം പറഞ്ഞു, നാടൻ പശു വേണ്ട. നമ്മുടെ കുഞ്ഞച്ചാനുണ്ട്, കുഞ്ഞച്ചാൻ പ്രായം. അപ്പച്ചൻ പറഞ്ഞ ആളല്ല, കുഞ്ഞച്ചാനുണ്ട് ആള്. ഞാൻ പറഞ്ഞത് എനിക്കൊരു ലോ, ദൈവത്തിന് ലോയിൽ കിടക്കുന്നൊരു കാര്യം. 2 ചേർന്ന വൃക്ഷത്തിന്റെ ഫലം പിന്നരുത്. 2 ചേർന്ന സ്തോത്രം ഒന്നും നിങ്ങളുടെ വീട്ടിൽ ഉളവായി വരരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ബലക്ഷയമുള്ളവരായി. അപ്പൊ ദൈവമക്കളാണ് നമ്മൾ ദൈവത്തോട് പറഞ്ഞ ഒറ്റ കാര്യം, കർത്താവേ ഇതേ ഉള്ളൂ മാർഗം, ഇതേ ഉള്ളൂ ഗതി, ഞങ്ങൾ എന്തോ ചെയ്യും. ഇപ്പോഴും നമ്മൾ എവിടെയും ചെയ്തു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ് കണ്ട ബഡാന്നേലും വേണ്ടില്ല. 2 ചേർന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് കായ്ക്കണം. സ്വത്രം വരുന്നില്ല. പിന്നെ ചിലടത്തില്ല, ഈ ചക്ക കിടക്കുവോ ബിനുമോനെ അതിനകത്ത്, അതും ഫോട്ടോ എടുത്തോണ്ടാ വീട്ടിൽ വരുന്നത്. ഇതുപോലെ കായ്ക്കുമെന്ന് വിചാരിച്ചാ വരുന്നത് കേട്ടോ. സ്വത്രം പ്രൈസലോ. അടുത്ത ആണ്ടിൽ നിന്നാ കൊള്ളാം. അവര് പറഞ്ഞു, നിങ്ങൾ വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ ചക്ക ഫ്രീ ആയിട്ട് തന്നു, ഇനി കായ്ച്ചില്ലേൽ എന്തുവാ? ഒരു ചക്കയുടെ വിലയല്ലേ ആയുള്ളൂ. തമിഴ്നാട്ടിൽ ചെന്ന ചക്കയ്ക്ക് എന്തൊരു വിലയാണ്. പ്രൈസലോ. ഞാൻ ദൈവമക്കൾ പറഞ്ഞ സ്തോത്രം. ഇതിന്റെ പിന്നിൽ പലപ്പോഴും നാം രോഗിയാകാൻ കാരണം വേദപുസ്തകത്തിന്റെ വചനത്തിനകത്ത് വള്ളി പുള്ളി വ്യത്യാസമില്ല നിൽക്കുന്നിടത്ത് ഇന്നും അതിന്റെ മാറാതെ നിൽക്കുമ്പോൾ ദൈവത്തിനെ വിശ്വസിക്കുക. ദൈവത്തിന്റെ കൃപയിൽ ആരാധിക്കുന്ന ദൈവത്തിൽ സ്തോത്രം, ബലത്തോടെ നിൽക്കുന്ന ദൈവത്തിൽ, വചനം നിൽക്കുന്ന ദൈവത്തിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം മുൻപോട്ട് വയ്ക്കൂ. സ്വർഗം കൂടെയുണ്ട്. കാര്യം പറഞ്ഞു, അന്നത്തെ ബലം എനിക്കെന്തുകൊണ്ട്? എനിക്ക് ബലം
ചിലയിടത്തൊക്കെ വായിച്ചെങ്കിലും നമുക്കറിയാം. സ്വന്തം പ്രിസലോ ഈ പ്രിയപ്പെട്ടവര് ആ വാഗ്ദത്തം കൈ കിട്ടിയുണ്ടെങ്കിൽ അവകാശം പ്രാപിച്ചതാണ്. ഇന്ന് പകൽ കേട്ടതാണ്. ഈ കേട്ട വിഷയം പ്രാപിച്ചെടുക്കാൻ 45 കൊല്ലം കാത്തിരുന്നു. എന്തുകൊണ്ട് കാത്തിരുന്നു ചോദിച്ചാൽ, സ്തോത്രം, അവന്റെ സമയം, അതിന്റെ ടൈം അതായിരുന്നു. അമ്മ കേട്ടത് ആരോട് കൊടുത്തു? സ്തോത്രം. എപ്പോ കേട്ടതാ? ഈ കുഞ്ഞുങ്ങൾ വയറ്റി കിടന്നപ്പോ കേട്ടതാ. സ്തോത്രം. ഇതവന്റെ മേൽ വരാൻ, സ്തോത്രം, ചില കൊല്ലങ്ങൾ കാത്തിരുന്നു. സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്ന് പകൽ ദൈവം നിന്റെ മേലൊരു വാഗ്ദത്തം കിടക്കുക. ഈ 2012 സാധാരണ വർഷമായി മാറാതോ? വിളിച്ചു പറ, ഞാൻ കേട്ടത് പ്രാപിക്കുന്ന, എന്റെ മേൽ വന്ന വാഗ്ദത്തം ഏറ്റെടുക്കുന്ന, എന്റെ മേൽ കിടക്കുന്ന അനുഗ്രഹം ഏറ്റെടുക്കുന്ന, എന്റെ മേൽ വന്ന സ്വന്തം ദൈവത്തിന്റെ വചനം നിവർത്തീകരിക്കുന്ന ഒരു ദിവസമായി തീരാൻ എത്ര പേർക്ക് മകൾക്കാലം ആത്മാവിൽ സ്വന്തം ചെയ്യും, ശക്തിയോടെ സ്വന്തം ചെയ്യും, സ്വന്തം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് വാരം പറയുക, ദൈവം എന്റെ നേർക്ക് വരുത്തി. ഇത്ര വേഗം എങ്ങനെ കിട്ടിയതാ? ദൈവം എന്റെ നേർക്ക്, ഇത് എന്റെ ദിവസം. അപ്പൻ അനുഗ്രഹിക്കാൻ ഏശാവിനെ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം ആരുടെ മേൽ വരണം എന്നുള്ളത് ദൈവം നിശ്ചയിച്ചു നിർത്തിയ നടക്കത്തുള്ളൂ. സ്വന്തം പറ, സ്വന്തം പറ, സ്വന്തം പറ, സ്വന്തം പറ. വീട്ടുകാർ നീ മുടിഞ്ഞു പോകുന്നു, താളടിയായി പോകുന്നു, തകർന്നു പോകുമെന്ന്, നിന്റെ കുടുംബത്തിന് ശുഭകരമാകത്തരുന്നു ഒക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ വിളിച്ചു പറയാം, കുഞ്ഞെ, നിന്നെ വിളിച്ചിറക്കിയവ വിശ്വസ്തനായ ദൈവമാ. അവരുടെ നടുവിൽ നീ തകരത്തില്ല. നീ അവരുടെ നടുവിൽ മാനിക്കപ്പെടും. നിന്റെ ശുശ്രൂഷ മാനിക്കപ്പെടും. നിന്റെ ആരാധന മാനിക്കപ്പെടും. നിന്റെ കൂടെ ദൈവമുണ്ട്. നീ ചോദ്യം ചെയ്യപ്പെടത്തില്ല. യെസ്. ഇന്ന് പകൽ കണ്ണുകളെ അടച്ച ദൈവമക്കൾ, ഇന്ന് പകൽ കണ്ണുകളെ അടച്ച അല്പമിനിറ്റുകൾ ഞാനൊരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മേൽ എന്തെങ്കിലും ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നിങ്ങൾ നോർത്താട്ട്. നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ട്, ഒന്ന് ഓർത്താട്ട്. എന്തെങ്കിലും ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ കുഞ്ഞെ, പ്രാർത്ഥിക്കാനുള്ള സമയം. ചിലപ്പോൾ വീടിന്റെ കാര്യമായിരിക്കാം, ശാരീരിക സൗഖ്യത്തിന്റെ കാര്യമായിരിക്കാം, തലമുറയുടെ കാര്യമായിരിക്കാം, ശുശ്രൂഷയുടെ കാര്യമായിരിക്കാം, എന്തുമാകട്ടെ. സമയം കഴിഞ്ഞു, കിട്ടേണ്ട സമയം കഴിഞ്ഞു. സ്വന്തം അതിന്റെ ടൈം കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ദൈവം നിന്നോട് പറയാ, അത് ദൈവത്തിന്റെ സമയമായിട്ടില്ല. എന്റെ സമയമാകാൻ നീ ചോദിച്ചില്ല, കേട്ടതേ ഉള്ളൂ. ചോദിച്ചില്ല, ആവശ്യപ്പെട്ടവരിൽ പെട്ടാണ് എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവർ ഞാൻ ഒരുമിച്ച സ്നാനക്കുളത്തിൽ ഇറങ്ങിയത്. ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുക, മടക്കിത്താം. ഇന്ന് പകൽ ചോദിച്ചു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ടവരെ മടക്കിത്താ. എന്റെ പ്രിയപ്പെട്ടവളെ ഈ ആരാധന എനിക്ക് പരിചയപ്പെടുത്തിയത്, എന്റെ പ്രിയപ്പെട്ടവളെ ഈ കൂട്ടായ്മയിൽ കൊണ്ടുവന്നത്, ആത്മാവിശ്വത്തിൽ ആരാധിക്കുന്ന അപ്പോസ്തലരുടെ നടുവിലേക്ക് അയച്ചത് എന്റെ പ്രിയപ്പെട്ടവള. കർത്താവേ, അവളിപ്പോൾ മാറിയിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ അവൾ മടങ്ങി വരട്ടെ. എന്റെ കൂടെ പായിലിരിക്കട്ടെ. പ്രാർത്ഥിച്ചു വാങ്ങിച്ച എന്റെ തലമുറയും അവളുകൂടെ വരട്ടെ. പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. പ്രാർത്ഥിക്കാൻ തയ്യാറട്ടെ. എന്റെ മാതാവിന് രോഗശാന്തി കൊടുത്ത ദൈവമാണ്. ഇന്ന് പകൽക്കാലം രോഗശാന്തി കൊടുത്ത ദൈവമാണെങ്കിൽ, രോഗിയായിട്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ മടങ്ങി ചോദിക്കുക, മടങ്ങി ചോദിക്കുക സൗഖ്യത്തോടെ. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തോട് പറഞ്ഞാട്ടം, ദൈവത്തോട് പറഞ്ഞാട്ടം. ദൈവം നിന്നെ വിടിവിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ പണിയാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ സ്ഥിതി മാറ്റാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാട്ട്, ദൈവമേ, നിന്റെ മുഖത്തിൽ നോക്കിയാൽ ഞാൻ അറിഞ്ഞത്, എന്റെ സ്ഥിതികൾ മാറണമേ, എന്റെ ഗതികൾ മാറണമേ, എന്റെ ശുശ്രൂഷതലം മാറണമേ. ചോദിച്ചു, നിന്റെ അവകാശങ്ങൾ തരാൻ പോവുക. എത്ര അവകാശങ്ങൾ തരാൻ പോവുക? 1, 2, 3 ആയിട്ടല്ല. ഇന്ന് പകൽ നീ കേട്ടത് ഓരോന്നായി ഓർത്തു വെച്ച് തിരിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുമെങ്കിൽ, ഓരോന്ന് പറയാൻ താല്പര്യപ്പെടുമെങ്കിൽ, സർവശക്തനായ ദൈവം അനുഗ്രഹിക്കാൻ പോകുക. സർവശക്തനായ ദൈവം നിന്നെ വിടുവിക്കാൻ പോകുക. ഇന്ന് പകൽ നിന്റെ വാഗ്ദത്തം നിന്റെ മേൽ വീഴുക. നിനക്കൊരു വിദ്യാഭ്യാസ അഭിവൃദ്ധി തരാമെന്ന്, നിന്നെ ഉയർത്താമെന്ന്, നിന്റെ പേര് വലുതാക്കാമെന്ന്, നിന്നെ മാനിക്കാമെന്ന്, നിന്റെ കുറവുകൾ നോക്കാത്ത ദൈവത്തിനെ ഉയർത്താമെന്ന് പറയുമെങ്കിൽ അത് നിന്റെ ദിവസമായി മാറാൻ പോകുക. ദൈവം നീക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മകൻ ദൈവമല്ലേ, ഇത് നിന്റെ ആവശ്യമാണ്. ഞാൻ കാണുന്ന ചില കുടുംബങ്ങൾ കരത്തിന്റെ ദൈവശാന്തി വർദ്ധിച്ചത്.
ചില കുടുംബങ്ങൾക്കകത്തേക്ക് ദൈവശാന്തി വർദ്ധിച്ചെടുക്കും. അസാധാരണമായ ചില വിടുതലുകൾ സംഭവിക്കുന്നു. യേശുക്കാരൻ ശാരീരിക ബന്ധനത്താൽ കഷ്ടപ്പെട്ടുപോയ ചില വിഷയത്തെ ദൈവാത്മാവ് സൗഖ്യമാകുന്നു. ശരീരത്തിന് സൗഖ്യം വരുത്തുന്നു. സൗഖ്യം വരുത്തുന്നു. വാഗ്ദത്തങ്ങൾ പ്രാപിച്ചതാ. അനേക പ്രാവശ്യം വാഗ്ദത്ത കേട്ടതാ. പ്രാപിക്കുന്നില്ല. ഇത് നിന്റെ ഭാഗത. വായിത്തുള്ളത് പറഞ്ഞു. എന്റെ വാക്ക് പറഞ്ഞില്ല. വാക്ക് പറഞ്ഞില്ല. വാക്ക് പറഞ്ഞില്ല. വാക്ക് പറഞ്ഞില്ല. എന്റെ ജോലി ഇങ്ങനത്തെ വാക്ക് പറഞ്ഞില്ല. ശരീരങ്ങൾ വാക്ക് പറഞ്ഞില്ല. ശരീരത്തെ ഉയർത്തല വാക്ക് പറഞ്ഞില്ല. വലിക്കാൻ പോയോ? എന്റെ കുഞ്ഞിനെ പരാജയം മാറ്റണം. എന്റെ പ്രിയപ്പെട്ടവന്റെ മക്കളെ മാറ്റണം. അവന്റെ പാവവഴി അടയ്ക്കണം. യേശുവിന്റെ എന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ വാക്ക് പറയുക. ചോദിച്ചവരുടെ മറുപടി അയക്കുക. എന്റെ മൂന്ന് മറുപടികളെ പ്രാർത്ഥിക്കുക. സ്വന്തം വരണവേ, സ്വന്തം വരണവേ, എന്റെ പ്രവർത്തനം കാണണവേ. ഇനി പിന്നാർക്കൊന്നും പറയണ്ട. പിന്നാറിയിരിക്കുകയില്ല. ദൈവത്തിന്റെ ആത്മാവേ, പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കാവുന്നു. മക്കളെ അനുഗ്രഹിക്കാവുന്നു. അനുഗ്രഹിക്കാവുന്നു. നീ ആ വാക്ക് പറഞ്ഞത് അത് വാക്കുകളുടെ ഭാഗമായി നിങ്ങളെ ഒരുക്കപ്പെടുന്നു. എല്ലാ ശാന്തികളും മാറുന്നു. ഈ ശാന്തികളെ വെളുക്കപ്പെട്ടു. ഇത് പല വാക്തത്വങ്ങൾ യഹോവയുടെ വാതിൽ ഇത് മരണവാദം. ഇത് തള്ളിക്കളഞ്ഞ മൂലക്കലായി യഹോവയെ സംഭവിച്ചു. ഞങ്ങളുടെ നിശ്ചയാച്ചരി ഈ യഹോവ ഉണ്ടാക്കിയ ദിവസം, ദൈവം ഉണ്ടാക്കിയ ദിവസത്തിൽ ഞങ്ങൾക്ക് പലതും ദൈവം ഞങ്ങൾ വരുത്തുകയോ. എന്റെ ഭാര്യയെ കുറിച്ച്, എന്റെ കുടുംബജീവത്തെ കുറിച്ച്, എന്റെ ശുശ്രൂഷയെ കുറിച്ച്, എന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, എന്റെ ഭൗതിക വിഷയത്തെ കുറിച്ച്, ഭൗതിക വിഷയത്തെ കുറിച്ച്, എന്റെ സഭയുടെ ശുശ്രൂഷ മേഖലകൾ, അതിന്റെ അഭിവൃദ്ധികൾ, ദേശസ്ഥലം തരുന്ന വിഷയത്തെ കുറിച്ച് ദൈവത്തിന് ഞങ്ങളെ കുറിച്ച് ദേശം ഇത് ദൈവം ഉണ്ടാക്കിയ ദേവശമാണ്. നന്ദി. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി നിന്റെ ജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയോ 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 അഭിവൃദ്ധി. ഈ 2012 കേട്ട പല വാക്കുകൾ പ്രാപിക്കുന്ന എന്റെ വചനം ശക്തമായി ഇടപെടുന്നത്. ശക്തമായി നിന്റെ ഞങ്ങൾ മനുഷ്യരെ ആശ്രയിക്കുന്നില്ല, ദൈവത്തെ വിശ്വസിക്കും. ഞങ്ങൾ മനുഷ്യരെ ചാർജില്ല, ദൈവത്തെ വിശ്വസിക്കും. സ്വർഗം കൂടെ സഹായിക്കും. ജനത്തെ തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ട് എന്നെ മടക്കിയാത്ര കത്താകൂടി. ആരും വഴി ക്ഷീണിച്ചു പോകല്ലേ, ആരും വഴി ക്ഷീണിച്ചു പോകല്ലേ, ആരും വഴി ക്ഷീണിച്ചു പോകല്ലേ. വാഹനത്തിൽ വന്നവർ മടങ്ങിപ്പോകുമ്പോൾ സന്തോഷത്തോടെ പബ്ലിക്കാരുടെ സ്നേഹമാണ് നടന്നതിന് വാഹനം ഓടിച്ചു വാഹനം കരുതുക. കാലാവസ്ഥ പ്രതികൂലങ്ങളൊന്നും അവരുടെ വാഹനത്തെ നിയന്ത്രിക്കുവാൻ തടസ്സമാകാം. മുമ്പിൽ പടർന്ന വാഹനങ്ങളിലേക്ക് പുതിയ കുടുംബങ്ങളെ കൂട്ടിവെക്കുക. പിന്മാറ്റക്കാരെ മടക്കി ശക്തമായി കൃപ കൊടുത്ത് സഹായിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ കരത്തിലേക്ക് വേണ്ടി